ഇത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഊണിന് പറ്റിയ ഒരു ചാറുകറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അത് എന്ത് ചാറുകറി വെക്കുമെന്നാണ്. ഇന്ന് അതിനൊരു പരിഹാരമായിട്ട് ഞാൻ പരിപ്പും പച്ച ഏത്തക്കായും ചേർത്ത ഒരു ചാറുകറി. വളരെ നല്ല ടേസ്റ്റുള്ളൊരു ചാറുകറിയാണ്. ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു ചാറുകറി. സാധാരണ നമ്മൾ സാമ്പാറും മോരുകറിയും ഒക്കെ അല്ലേ വെക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യാസമായി നല്ലൊരു ചാറുകറി. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. cookWithSophie.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കണം. പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചെറുപയർ പരിപ്പ്. ഇത് ചെറുപയർ പരിപ്പാണ്. ഇത് കടലപ്പരിപ്പാണെങ്കിലും കുഴപ്പമില്ല. 2 ഇടത്തരം പച്ച ഏത്തയ്ക്ക ഇതുപോലെ കറ കളഞ്ഞ് അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് ശേഷം 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തത്. ഒരു ചെറിയ തക്കാളിപ്പഴം, 1/2 സ്പൂൺ ജീരകം, 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 4-5 പച്ചമുളക് അരിഞ്ഞത്, ഒരു 8 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞത്, 5 വെളുത്തുള്ളി അല്ലി, ഉപ്പ്, ഇത് കടുക് വറക്കാനുള്ള ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, വെളിച്ചെണ്ണ, കറിവേപ്പില. ആദ്യമേ നമുക്ക് ചെറുപയർ പരിപ്പൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് എണ്ണയൊന്നും ചേർക്കണ്ട, വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അധികം മൊരിഞ്ഞു പോകരുത്. ഒന്ന് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഇത് ചൂടായി വരുമ്പോൾ ഇതിന്റെ പച്ചമണം വരുന്നത് നമുക്കറിയാം. അതൊന്ന് മാറുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാതെ ഇത് അധികം മൂക്കുകയും വേണ്ട. ചൂടാകും തോറും ഇതിന്റെ പച്ചമണം വരുന്നത് നമുക്കറിയാം. ഇത് ചെറുപയർ പരിപ്പ് ആയതുകൊണ്ടാണ് ഇത് ചൂടാക്കുന്നത്. കടലപ്പരിപ്പാണെങ്കിൽ ചൂടാക്കണ്ട. ഇത് ചെറുപയർ പരിപ്പ് എന്ന് പറഞ്ഞാൽ പായസം വെക്കുന്ന പരിപ്പാണ്. ഇപ്പൊ ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചൂടാറി കഴിയുമ്പം പച്ചവെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അല്പം ഒന്ന് ചൂടാറിയിട്ട് ഇതൊരു 3 പ്രാവശ്യം ഞാൻ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഇനി ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഇത് ഒരു 3 മിനിറ്റോ 2-3 മിനിറ്റോ ഒക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. അത്രയ്ക്കുള്ള ആവശ്യമുള്ളൂ. കൂടുതൽ സമയം ഇട്ട് വറുത്ത് ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇതിലേക്ക് നമുക്ക് വാഴയ്ക്ക ചേർക്കാം. കഞ്ഞിവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും കറ കളയാൻ നല്ലത്. പിന്നെ അങ്ങനെ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ഉപ്പുവെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെള്ളത്തിൽ വെച്ചോ അല്ലെങ്കിൽ മോരിനകത്തോ കഴുകിയാൽ നല്ലവണ്ണം കറ മാറി കിട്ടും. തക്കാളിപ്പഴം ചേർക്കാം. ആവശ്യമുള്ള ഉപ്പ്. ഈ ചുവന്നുള്ളിയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ഇത് ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. പക്ഷെ ചുവന്നുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതിൽ ഞാൻ 4-5 പച്ചമുളക് എടുത്തതിൽ ഒരു 2 പച്ചമുളക് അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ബാക്കി പച്ചമുളകും ഈ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒരു 2 വെളുത്തുള്ളി അല്ലിയും ഇതിൻ്റെ കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ 1/4 ടീസ്പൂൺ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില. ഇതിന്റെ അല്പം മേളിൽ വെള്ളം നിൽക്കണം. വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് 3 വിസിൽ കേൾക്കണം. ഒരു വിസിൽ നല്ല തീയിലും ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് തീ കുറച്ചിട്ട് 2 വിസിലും കൂടെ കേൾക്കണം. എന്നാലേ ഇത് നല്ലവണ്ണം വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി നമുക്ക് അത് വേകുന്ന സമയത്ത് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ ചിരവിയത്, അതായത് ഒരു ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങ,
1 ടീസ്പൂൺ ജീരകം. ഇത് ചെറിയ ജീരകം, നല്ല ജീരകമാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളത്തിലല്ല, എങ്കിലും ഇത് നല്ലവണ്ണം അരച്ചെടുക്കണം. ഇവിടെ അരപ്പ് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം പരിപ്പും വാഴക്കായൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. തീ ഒന്ന് കത്തിക്കാം. ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ജാറിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഒരല്പം കൂടെ നീട്ടിയെടുക്കാം. ഞാനിപ്പോൾ അരപ്പിൻ്റെ കൂടെ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്ക് ഒരല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എന്നെങ്കിലേ അരപ്പിൻ്റെ പച്ചച്ചോവയൊന്ന് മാറി കിട്ടുള്ളൂ. ഇനി നമ്മളതിൽ ചേർത്ത മഞ്ഞളിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ പച്ചച്ചോവ ഇങ്ങനെ നിൽക്കും. അതിന് നന്നായിട്ടൊന്ന് അരപ്പ് തിളച്ച് കിട്ടണം. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിനകത്ത് കടുക് താളിച്ചൊഴിക്കാം. ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇടാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടണം. എല്ലാം പൊട്ടിയില്ലെങ്കിൽ ഇത് ചാറുകറിയുടെ കൂടെ കിടന്ന പൊട്ടാത്ത കടുകിനൊരു കടിക്കുമ്പോൾ ഒരു കയ്പ്പുരസം വരും. വറ്റൽമുളക് ചേർന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു. 3 വറ്റൽമുളക് നമുക്ക് മുറിച്ച് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. അപ്പം കറിവേപ്പില ചേർക്കാം. നമ്മുടെ ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉള്ളി ഒത്തിരി കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ചുമന്നാൽ മതി. ഇനി നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ചേർക്കാം.
നമ്മുടെ പരിപ്പ് പച്ചവാഴയ്ക്ക കറി റെഡിയായി. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണിത്. പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.